നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ഹാങ്ഡ് മാൻ ആണ്. അതായത് ഈ റിലേഷനിലൊരു സ്റ്റെക്കായ സിറ്റുവേഷൻ ആണ് മുന്നോട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പം ഈ റിലേഷൻ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചേഞ്ച് ആവുന്നതായിട്ടല്ല. ഇപ്പോഴ് രണ്ടുപേരും സ്റ്റെക്കായി നിൽക്കുന്നതായിട്ടാണ്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും അവരൊരു ആക്ഷൻ മുന്നോട്ട് ഇടുന്നതായിട്ട് കാണുന്നില്ല. ഇനിയിപ്പം മുന്നോട്ടൊരു ആക്ഷൻ അവർ ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന് കുറച്ച് സമയം എടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻ വിട്ട് കളയുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്ന് കരുതി അവർ ഈ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് വേണ്ടെന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നില്ല. അവർ ഈ റിലേഷനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. അവർക്ക് ഈ റിലേഷൻ വേണം എന്നുള്ളൊരു ടെൻഡൻസിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ടു ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മെയിൻ ആയിട്ടുള്ളത് അവർക്കൊരു കൺഫ്യൂഷനാണ്. റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ കാരണമാണ് ഇവിടെ ഇപ്പം റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റെക്കായ സിറ്റുവേഷനിൽ നിൽക്കുന്നത്. ഒരു ആക്ഷൻ ഇടുന്ന കാര്യത്തിലോട്ട് അവർ എത്തിയിട്ടില്ല. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവർ ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഈ റിലേഷനിൽ ഒരു സ്റ്റെക്ക് സിറ്റുവേഷൻ വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അവർ കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. സെവൻ ഓഫ് സോഴ്സ് എനർജിയാണ്. അവര് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്, അവരുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസ്, അതായത് ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിൽ മുൻപ് കഴിഞ്ഞിട്ടുള്ള വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ അവർ വീണ്ടും വീണ്ടും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായതിനെ കുറിച്ച് അവർ ചിന്തിക്കുകയും അത് അങ്ങനെയുള്ള ഇഷ്യൂസ് നടന്നുകൊണ്ട് തന്നെ ഈ റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് റീതിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഇമോഷൻസ്, അതായത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും ഫീലിങ്സും കാരണം മുൻപുള്ള ആ ഒരു ഇഷ്യൂസിനെ അവർക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അത്രയും ഒരു സ്ട്രോങ് ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരില്ല എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ അത്രയും പെയിൻഫുൾ ആയിട്ട് ഒരു കാര്യത്തിലും സന്തോഷിക്കാൻ പറ്റാതെ വിഷമിച്ച് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 10 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ചിലർക്ക് ഫാമിലിയുടെ, അതായത് ഫാമിലി സിറ്റുവേഷൻസ് കാരണമായിരിക്കാം ഈ റിലേഷനിലോട്ട് വരാതെ അവർ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫാമിലി സമ്മതിക്കുന്നില്ലാന്നോ അങ്ങനെയുള്ള ഇഷ്യൂസ് കാരണം നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷൻ ആളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അവർക്ക് ഫാമിലി അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങൾ എന്നുള്ളതിൽ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഫാമിലിയോട് കുറച്ച് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഇവർ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അവർക്കൊരു തീരുമാനത്തിലോട്ട് എത്തുന്നതിന് ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം അവരുടെ മനസ്സിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നതും ഇത്രയും അവർ ടെൻഷൻ ആവുന്നതും കൺഫ്യൂസ്ഡ് ആവുന്നതും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം.
സ്പാർക്ക് എന്നാണ് കാണിക്കുന്നത്. അതായത് ഇതൊരു സോൾ കണക്ഷനിലുള്ള റിലേഷനാണ്. അപ്പോൾ ആ ഒരു സോൾ കണക്ഷൻ്റെ ഒരു ഡെപ്ത് കൊണ്ട് തന്നെ ഇപ്പം ഈ റിലേഷനിൽ എന്തൊക്കെ ഇഷ്യൂസ് നടന്നാലും ആ ഒരു ഇഷ്യൂസിനെ നിങ്ങൾ രണ്ടുപേരും, ഇപ്പം നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും അതിനെ മറികടന്ന് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. രണ്ടുപേർക്കും ഈ റിലേഷൻ വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേരും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ബിൽഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സയൻസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സയൻസ് കാണുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് മെസ്സേജോ കോളോ വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ടാവാം. ഇപ്പം ഒരുപാട് കാലമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് മുന്നോട്ട് വരുന്നു എന്നുള്ള സയൻസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഫോർഗീവ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവർ അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുമെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഫെയ്ത്ത് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പേഴ്സൺ കരുതുന്നത് ഈ റിലേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു ഫെയ്ത്താണ്, അതൊരു വിധിയാണ്. അത് സത്യം പറഞ്ഞാൽ രണ്ടുപേരും മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അത് ഒരു വിധിയായിട്ട് നിങ്ങളുടെ റിലേഷനിൽ അങ്ങനെ സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് അവർ കരുതുന്നത്. ഒരു കർമ്മയാണെന്നുള്ള രീതിയിലാണ് ആ ഒരു സിറ്റുവേഷനെ അവർ മനസ്സിലാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മയാണെന്ന് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ്. അപ്പം ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നമാണെന്ന് അംഗീകരിക്കാൻ അവരുടെ മനസ്സ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്രയും അവർക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹവും ഫീലിങ്സും നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെട്ടെന്നുള്ള ഒരു റിയൂണിയൻ അല്ല, സമയം എടുത്ത് സാവധാനം മാത്രം ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു റിലേഷനോട് തിരികെ വരികയാണെങ്കിൽ തന്നെ അത് സമയം എടുത്തായിരിക്കും ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. സെപ്റ്റംബർ, ജൂലൈ, ഉത്രം 1989, ചിത്തിര 1988, ലെറ്റർ ടി, ലെറ്റർ ഡി, വിശാഖം, മെയ് 1998, മാർച്ച്, ഡിസംബർ, ഏപ്രിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.